എവിനോട് ചോദിക്കാം. കെവിനിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്താ? ആ ഒന്നുമില്ലെന്ന് പറയല്ല, പാവലടാ. പറയാം എപ്പോഴും താത്തി കിട്ടുന്ന ഞാൻ പൊക്കി പറയാനൊരു അവസരം തരുക. തിരിച്ചിങ്ങോട്ടും വേണം. അതാ ഞാൻ ആലോചിക്കുന്നത്. ഒന്നും കിട്ടുന്നില്ലെന്ന് പോസിറ്റീവ് പറയാൻ. അല്ല ഞാൻ പറയാം, ഇവനില് എന്താ, ഇവനിപ്പൊ അത്യാവശ്യം നല്ല മടിയുണ്ട്. അല്ല അത്യാവശ്യം അല്ല ഞാൻ പറയാ, ഇവനാണ് ഞങ്ങളിപ്പോ സ്കിറ്റില് അല്ല, ഞങ്ങളെല്ലാം നോർമലി കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ഈ യൂട്യൂബിലും നേരം പറഞ്ഞു ഇൻസ്റ്റയിലും ഒക്കെ ആലോചിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ കണ്ടന്റ് ഇവനാ ഉണ്ടാക്കുന്ന. ഓ ഇൻസ്റ്റാ കണ്ടന്റ്സ്. ആ അതെ, ഇവനാ ചെയ്യുന്നത്. എന്തായാലും പിന്നെ ഒബ്സർവ് ചെയ്യും നന്നായിട്ട്. എന്നെ കണ്ട് ഞാൻ എന്ത് പറയൂടാ, ഇത്രയും കയറ്റി വെച്ചിട്ടാ. എന്തേലും പറഞ്ഞാ മതി, നല്ലത്. ആ ഉപകാരിയാ, ഭയങ്കര എക്സാമ്പിൾ എന്ന് പറഞ്ഞാ, അവന്റെ പണി കളഞ്ഞിട്ടും ബാക്കിയുള്ളവരെ സഹായിച്ചോളൂ. ആ ഒരു രീതി അത്രയില്ല, എന്നാലും ആ ഒരു രീതി. വീട്ടിൽ എന്തെങ്കിലും പണിയുണ്ടോ ഇവനെ ഏൽപ്പിക്കുന്നത്, എന്നെ ഏൽപ്പിക്കത്തില്ല. വീട്ടിലത്തെ നല്ല ഉപകാരി. അതായത് ഒരു ഞാൻ മറ്റേ ബാക്കിയുള്ളവരെന്ത് പറയും, അങ്ങനത്തെ ഒരു ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള രീതി. അല്ല ഇപ്പൊ സഹായം നമുക്ക് വിഷമിപ്പിക്കണ്ട, അല്ലാന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് മോശം പറയണം. നമുക്ക് എന്തായാലും നമ്മളെ തിരിച്ച് അയച്ചാലും അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാന്നുള്ളത് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഉണ്ട്, അവൻ പറഞ്ഞില്ല അത്. അല്ല ഇപ്പൊ എന്തേലും ഒരു സഹായം ചോദിച്ചാൽ പറ്റുന്നതാണ് ചെയ്തു കൊടുക്കും. അത് എനിക്കെന്തോ ചെയ്യാൻ പറ്റാത്തതിലൊരു വിഷമം. തിരിച്ചാണെങ്കിലോ, ഞാൻ കെവിനിൽ ഇഷ്ടം ഇല്ലാത്ത ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിലോ? ഞാൻ പറഞ്ഞില്ലേ, മടി ഒരു കാര്യം ചെയ്യത്തില്ല, നിർബന്ധിക്കണം. എത്ര ലാസ്റ്റ് അടിയാവും. പണ്ടൊക്കെ എപ്പോഴില്ല, പിന്നെ ഞാൻ ആലോചിച്ച് എന്തിനാ ഈ കാര്യം പറഞ്ഞ അടിയാവുന്നത്. പണ്ടൊക്കെ സ്ഥിരം ഈ കാര്യം പറഞ്ഞ അടി. സത്യ, അതായത് ഇപ്പൊ അമ്മ എന്തേലും ഒക്കെ ചെയ്യാൻ എന്തേലും ചെയ്യാൻ പറഞ്ഞ ചെയ്യൂല. മടി എന്ന് വെച്ചാ ഇല്ല, നീ ചെയ്തോന്ന് പറഞ്ഞ് എല്ലാ ജോലിയും ഞാനാ ചെയ്യുന്നത്. അത് കാണാൻ പെട്ടെന്ന് ദേഷ്യം വന്നു പോയി. ഇവനും കൂടാൻ വേണ്ടിയിട്ടുള്ളതാ ഞാൻ ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോ. ഞാൻ അവസരം തരുവാടാ, തിരിച്ചു പറയടാ. ഇവന്റെ ക്വാളിറ്റി ഇല്ലാത്ത ഇഷ്ടമില്ലാത്ത കാര്യം, എനിക്ക് ഇവനിൽ ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറയാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നതിന് വേണ്ടിട്ടായിരിക്കുമല്ലോ. അയ്യോ, വഴക്കുണ്ടാക്കുന്നതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്, തൊട്ടതിനും പിടിച്ചതിനൊക്കെ. ഇതുവരെ ഇപ്പൊ കുറെ നാളെ വഴക്കുണ്ടാക്കിട്ട്. ശരിയാ, വഴക്കുണ്ടാക്കിട്ട് കുറെ നാളെ ഇടിച്ചാലോ. ഉണ്ട്. അയ്യോ എന്ത് ഇത്ര നേരം എന്റെ തലയിലുണ്ടായി. അടുത്ത ചോദ്യത്തിൽ നമുക്ക് പോവാം. കട്ട് ചെയ്തൊരു സമയം പോയാലും കുഴപ്പമില്ല, നമുക്ക് ഇത് കേട്ടിട്ട് പോവാം. അയ്യോ ടെൻഷൻ ആവാതെ. ഇവന് ഇതല്ല, എന്നാലും ഇത് ചെറിയൊരു കാര്യമാണ്. ഇവൻ നമ്മള് അനാവശ്യ സമയത്തായിരിക്കും വന്ന് ചൊറിയുന്ന നമ്മൾ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ കളിയുടെ ഒരു, അതായത് സന്തോഷമായിട്ടുള്ള മൂഡിലല്ല ഇവൻ വന്ന് കളിയാക്കുന്നത്. അത് വലിയ സംഭവമല്ല, ഇപ്പൊ ഒന്നും കിട്ടാത്തതുകൊണ്ട് പറഞ്ഞല്ലേ. അതിപ്പോ നമ്മളെ ഇപ്പൊ രണ്ട് ബ്രദേഴ്സ് ആയാലും ബ്രദറും സിസ്റ്ററും ആയാലും ഒക്കെ അങ്ങനെയല്ലേ, രണ്ട് സിസ്റ്റേഴ്സ് ആയാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഞാൻ വെറുതെ ഇരിക്കുമ്പോ ഇവൻ എന്നെ ചൊറിയത്തില്ല. ഞാൻ എന്തേലും പണി ചെയ്യുമ്പോഴോ അപ്പോഴേ എന്നെ ഒന്ന് ചൊറിയത്തുള്ളൂ. നീ ചെയ്യത്തില്ല. നമുക്ക് അടുത്ത പരിപാടി പോവാം. ഓക്കെ അതെല്ലാം വിട്. അമ്മച്ചി അപ്പച്ചെന്നല്ലേ വിളിക്കുക? അമ്മച്ചി അപ്പച്ചി അമ്മയ്ക്ക് പക്ഷെ അമ്മച്ചിന്ന് വിളിക്കുന്ന ഇഷ്ടം. ആണോ? ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. ഓക്കെ, അമ്മയപ്പനും. ഓക്കെ, അപ്പൊ അമ്മയപ്പനും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അടുത്ത് വഴക്കുണ്ടാക്കുന്ന എന്തിനാ ശരിക്കും? അമ്മ കൂടുതലും പഠിക്കുന്നതിന്റെ കാര്യം പറഞ്ഞാണ് കൂടുതലും മിക്കപ്പോഴും വഴക്കുണ്ടാക്കുക. അപ്പൻ എന്തിനാടാ? അപ്പൻ ഇവിടുത്തെ ചെടിയിലൊക്കെ തൊട്ട് കഴിഞ്ഞാലേ കേറി വന്നപ്പോ മനസ്സിലായി ഇവിടെ ആരോ ഒരാള് മറ്റേ ഹരിത കേരളം പരിപാടി പിടിക്കുന്നുണ്ട്. അത് നൈസാട്ടോ, എനിക്ക് ഈ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദേഷ്യപ്പെടാ അങ്ങനല്ല, തമാശയായിട്ടുള്ള രീതിയിലാ അപ്പൻ കമ്പനിയാ ഭയങ്കര. ഞങ്ങളുടെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞ് ഇല്ല, പുറകിന് നടക്കുന്ന അമ്മയാ. പഠിക്ക് അങ്ങനെ എപ്പോഴും പറഞ്ഞോണ്ട് നടക്കുന്നതല്ല. പഠിക്കാൻ ശരിക്കും എങ്ങനെയാ നിങ്ങൾ സ്കൂളിൽ? നമുക്ക് അടുത്ത ചോദ്യം. കുഴപ്പമില്ലാതെ പഠിക്കും. ഇപ്പൊ പ്രോഗ്രാം ഒക്കെ ഉള്ളതിന്റെ അതിന്റേതായ ചെറിയ. ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാ? നിങ്ങളുടെ ഷോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഫാൻസ് ആണോ? അവന്മാർ ഇതിനെ പറ്റി ഒന്നും പറയത്തില്ല. എനിക്ക് അതാ താല്പര്യം. ഇത് കണ്ടിട്ടല്ല അവന്മാര് കമ്പനി കൂടാൻ ഇതിനെ കുറിച്ചൊന്നും ചോദിക്കാറുമില്ല. എനിക്കതാ ഇഷ്ടം. ഇത് വെറുതെ ഈ ഒരു ഇത് വെച്ച് കൂട്ടുകൂടാൻ വന്നു കഴിഞ്ഞാൽ അത് ശരിയാ. ടീച്ചേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ അടുത്ത് ഒരു പ്രത്യേക സ്നേഹം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെ പറഞ്ഞ ഉണ്ട്. അതിപ്പോ എന്തേലും ഒക്കെ മിസ്സായി പോയി കഴിഞ്ഞാൽ പറഞ്ഞൊക്കെ തരും.
അല്ല എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ സ്കൂളിന് ഒരു അഭിമാനമാണല്ലോ അല്ലേ? അവരുടെ സ്കൂളിന് വേണ്ടി അങ്ങനെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അല്ലടാ, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ അവരുടെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ രണ്ടൊരു ഇതുപോലെ ലൈംലൈറ്റിൽ നിൽക്കുന്നു, ഇത്രയും കഴിവുണ്ടെന്ന് നിങ്ങൾ പറയും കേട്ടോ, കഴിവില്ലാന്ന്. നമ്മള് ഇതില് കഴിവാണ്, പിന്നെ കഴിവാണ്. എടാ ഉറപ്പിച്ച് പറയാത് കഴിവാണ്, നമുക്ക് കഴിവുണ്ട്. ഓക്കെ, അപ്പോഴേ നമുക്ക് ഒരു ചെറിയ സെഗ്മെന്റ് ഞാൻ തരട്ടെ. ആ സെഗ്മെന്റ് മുന്നേ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ക്യാപ്പ് വന്നിട്ടുണ്ട്, എറിഞ്ഞോ? ഓക്കെ, വെച്ചാലോ? ക്യാപ്പ് വെക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ തൊപ്പിയൊക്കെ വെച്ചിട്ട് ക്രിസ്മസ് വൈബിലോട്ട് കയറാൻ പോകുന്നു. പക്ഷേ ഇത് ക്രിസ്മസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് അല്ല. ഈ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും 2 മിനിറ്റ് തരും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ട് റോസ്റ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, നമുക്ക് പറ്റും. ഓക്കെ, ആദ്യം ആര് ചെയ്യും? ചേട്ടൻ എന്തെങ്കിലും കണ്ടന്റ് വല്ലതും ഇട്ട് തന്നു കഴിഞ്ഞാൽ. എടാ, അതായത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കിക്കോ. നിങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് സംസാരിച്ചോ. അതിപ്പോ ഒന്നുമില്ലാത്തൊരു റോസ്റ്റ് ആയി പോകും. ശരിക്കുള്ള റോസ്റ്റ് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റൂല. ഈ മുഖത്ത് റോസ്റ്റ് ചെയ്യാൻ തോന്നത്തില്ല. ഇവന് എങ്ങനെ ഞാൻ റോസ്റ്റ് ചെയ്യും? എടാ ഈസി അല്ലേ നിങ്ങക്കത്? ഞാൻ ആലോചിക്കാൻ സമയം തരാം, ആലോചിച്ച് ചെയ്താൽ മതി. ആലോചിച്ച് ചെയ്താൽ മതി. റോസ്റ്റിങ് 1 മിനിറ്റ് മതി, നമുക്ക് സമയം കുറയ്ക്കാം. പറ്റുന്നില്ലടാ നിന്നെ കണ്ടിട്ട് എന്നാ ഒന്നും വേണ്ട. പോട്ടെ, തുടങ്ങട്ടെ. എവിനെ സ്റ്റാർട്ട് ചെയ്താൽ എന്തോ പറയാൻ ലാസ്റ്റ് കഴിവെന്ന് പറഞ്ഞ സാധനം വെച്ചാൽ തുടങ്ങാനും അവസാനിപ്പിക്കാനും പറ്റുള്ളൂ. കുഴപ്പമില്ല. അതാ, നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? ഉണ്ടോ? കണ്ടോ, തീർന്ന്. ഇവനെ ഒറ്റയടിക്ക് നിർത്തുന്നുണ്ടോ? ചേട്ടൻ എന്തെങ്കിലും ചോദ്യം ചോദിക്കും, അപ്പൊ ഇത് ഇങ്ങനെ ടാട്ടുന്ന എന്തേലും പരിപാടി. ഇവന് എന്നെ കുറ്റം പറയാനാണ്. എടാ നീ എന്നെ മടിയനാടാ, നിങ്ങൾ പറഞ്ഞോണ്ട് മാത്ര. വെറുതെ ഞങ്ങള് തമ്മിൽ ഉടക്കിപ്പിക്കുവല്ലേ. കുഴപ്പമില്ല, നമുക്ക് കണ്ടന്റ് വേണം. കണ്ടന്റ് വേണം. പിന്നെ ഇതിനും പ്രൊമോ പോകുമ്പോ ആദ്യമേ ഇടാനല്ലേ. നമുക്ക് നോക്കാം ഇത് ഫുള്ള് ഏതാണ് ആദ്യം ഇടേണ്ടത്, നമുക്ക് നോക്കാം. എടാ ഇവനെ കാണുമ്പോ ഒന്നും പറയാൻ തോന്നുന്നില്ല. എന്തുവാടാ നിന്റെ മറ്റേ ഈ മുഖം മാറ്റിയിട്ടേ മറ്റേ വയലന്റ് പിടിക്ക്. ടെറർ പിടിക്ക്. നീ ഇപ്പൊ ഭയങ്കര സ്വീറ്റ് ആയിട്ടായിരിക്കുന്നത്, അത് വേണ്ട നമുക്ക്. എനിക്ക് ടെറർ മോഡ് ഇല്ല ചേട്ടാ. ഇല്ല എനിക്ക് അങ്ങനെ കൂടും, പക്ഷെ അതിന് എക്സ്പ്രഷൻ ഒന്നും ഇല്ല. നോർമലി വഴക്ക് കൂടുമ്പോ ഒരു എക്സ്പ്രഷൻ ഇല്ല. എല്ലാരും അങ്ങനെ ആയിരിക്കും. സിനിമ കാണുന്ന പോലെ ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല ശരിക്കും. അത് വെളിയിലുള്ളവരോട്, വീട്ടിലുള്ളവരോട് നമ്മള് ജസ്റ്റ് വാ കൊണ്ട് ഇങ്ങനെ മാത്രമേ പറയാം. ഞാൻ കണ്ണുകാരന്മാര് കളിയാക്കലും ദേഷ്യപ്പെടത്തില്ല. ചിരിച്ചു നിൽക്കുക, അതാകുമ്പോ ആ വഴി അങ്ങ് പോകും. ഇല്ല ഇങ്ങനെ തിരിച്ചു വരും. എന്തിനാ ഈ കൂട്ടുകാരെ കളിയാക്കുന്നത്? ചുമ്മാ ഇവനെ വെച്ച് കമ്പയർ ചെയ്ത് തന്നെ കളിയാക്കും. ഇവനെ പൊക്കി പറയോ? അല്ലെന്നേ, ഈ വഴിയിലൊക്കെ നടന്നു പോകുമ്പോ ഏതേലും ആൾ എന്നെ ആദ്യമേ കാണും. എന്നെ കാണുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്ന. അങ്ങനല്ല, എന്നെ കാണും, പുറകെ ഇവൻ വരും. അപ്പോഴേ ഇവർക്ക് മനസ്സിലാവുന്നു ഇന്ന പരിപാടിയില്ല. അപ്പൊ ഇവര് നേരെ ഇവന്റെ അടുത്ത് അങ്ങ് സംസാരിക്കും, ഞാൻ അങ്ങ് പോകും. അപ്പൊ അവന്മാര് പറയുന്നത്, എടാ നിന്നെ മനസ്സിലാകത്തില്ലടാ, നീ ഒരു കാര്യം ചെയ്യ്. അവന്മാര് പറയുന്നത് ഞാൻ ഒറിജിനൽ, ഇവൻ ഫസ്റ്റ് കോപ്പി. എവിന്റെ ചേട്ടനാ നീയൊക്കെ ഒട്ടിച്ച് അപ്പോഴേ ആൾക്കാർ തിരിച്ചറിയത്തുള്ളൂ, അങ്ങനെയൊക്കെ പറയും. അങ്ങനെ പറഞ്ഞ എന്നെ കളിയാക്കുന്ന ഇല്ല. ഇവൻ തിരിച്ച് കൊറേ കളിയാക്കുന്ന, അപ്പൊ തിരിച്ചിങ്ങോട്ട് കിട്ടണ്ടേ. ഞാൻ അങ്ങനെ ആ ഒരു ടെറർ മൂടുള്ളതല്ല. അത് എങ്ങനെ ചെയ്യുന്ന ആലോചിക്കുന്നത്. അത് പിന്നീട് ബോഡി ഷേമിലോട്ടൊക്കെ പോകും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു ടോപ്പിക് എടുക്കാം. ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ ഒരാള് അതിനെ സപ്പോർട്ട് ചെയ്തും ഇല്ലാതെയും സംസാരിക്കണം. സപ്പോർട്ട് ചെയ്തും സപ്പോർട്ട് ചെയ്യാതെ. ഓക്കെ, ഇപ്പൊ സാൻഡേ നിങ്ങൾ കാണുക. ഓക്കെ, നിങ്ങൾ സാൻഡേ കാണുക. ആർക്കെങ്കിലും ഒരാൾക്ക് പുള്ളിക്കാരൻ ഗിഫ്റ്റ് തരത്തുള്ളൂ. അപ്പൊ നിങ്ങളെ തന്നെ സ്വന്തമായിട്ട് പൊക്കി പറയണം, ഞാനാണ് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് ഡിസേർവ് ചെയ്യുന്നത്, ഇന്ന റീസൺ, നിനക്ക് വല്ല കഴിവുണ്ടോ എന്നുള്ള രീതിക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ തുടങ്ങിക്കോ. സാൻഡയ്ക്ക് ഇപ്പൊ അത്ര ബുദ്ധി ഇല്ലെന്ന് വിചാരിക്കും. നീ വാ, എന്ത് വാ, തുടങ്ങട്ടെ, പോരെടുക്ക്. അതാ വാ, എനിക്ക് അടി ഉണ്ടാക്കാൻ തോരഞ്ഞിരിക്ക. നീ വാടാ, ഞാൻ ആ ചട്ടിയൊക്കെ വലിച്ചെറിയും. അപ്പനിപ്പോ ഓടി വരിക. നീ വാ നീ തുടങ്ങ്. ഇടിയല്ല, സാൻഡേ അടുത്ത് വാക്ക് വെച്ച് എനിക്ക് തുടങ്ങും. എന്റെ അടുത്തല്ല. ഇപ്പൊ സംസാരിച്ച് ജയിക്കുന്ന ആൾക്ക് ഗിഫ്റ്റ് ഉണ്ട്, നമ്മൾ തരും ഗിഫ്റ്റ്. അല്ല സീരിയസ്ലി, ഞാൻ ചുമ്മാ ഞാൻ ഗിഫ്റ്റ് ഡയറി മിൽക്ക് 5 സ്റ്റാർ സീരിയസ്ലി ഞാൻ ഗിഫ്റ്റ് തരും. ഞാനല്ല, മത്സ്യം തരും. ഞങ്ങളിൽ ആരാ അർഹൻ ശരിക്കും? എനിക്കുള്ള ടാസ്ക് ആണ്. അല്ല, അപ്പൊ പറയുമ്പോ ഇങ്ങനെ മുഖത്ത് നോക്കി കുസ്തി ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു മാറ്റി നിർത്തി കുറ്റം പറയുന്നത് ഏറ്റവും കൂടെ നല്ലത്. പറ, ഞങ്ങള് രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ ഡിസർവിങ് ആരാ? നിങ്ങൾ രണ്ടുപേരും മൊത്തം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തോന്നലടാ. അതെന്നാ പരിപാടി?
അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സീരിയസ്ലി? അത് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ കുറച്ചുകൂടെ ക്യൂട്ട്നെസ് പിടിക്കട്ടെ. പിടിച്ചു എടാ നിങ്ങൾ രണ്ടുപേരും ക്യൂട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ആ പരിപാടി മാറ്റി വെക്കാം. നമുക്ക് റോസ്റ്റിംഗ് പരിപാടി മാറ്റി വെക്കാം. നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെഗ്മെന്റിലോട്ട് പോവാം. ആദ്യത്തെ സെഗ്മെന്റ് പാളി ചെറുതായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെഗ്മെന്റ് അടിപൊളിയാക്കാം. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും 2 സ്ലേറ്റ് തരും, ഒരു ബോർഡ് ഓക്കെ തരും, മാർക്കർ അവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ 2 പേരും ഞാൻ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ ക്വസ്റ്റിന്റെ ആൻസർ അതിൽ നിങ്ങൾ രണ്ടുപേരും എഴുതണം. കാണിക്കാൻ പാടില്ല. ഞാൻ പറയുമ്പോഴേ കാണിക്കാവൂ. സിമ്പിൾ പരിപാടിയാണ് കേട്ടോ, വലിയ മറ്റേ സംഭവമൊന്നുമല്ല. ഇതിൽ നിങ്ങളെ രണ്ടുപേരും പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇമാജിനറി സിനാരിയോ ഒക്കെ ആയിരിക്കാം ചിലപ്പോ. ഓക്കെ, ചിലപ്പോ ഫാന്റസി ഒക്കെ കയറി വരും. ഓക്കെ, അപ്പൊ ഡീലല്ലേ? ഓക്കെ, കാണിക്കല്ലേ അങ്ങോട്ടും? ഓക്കെ, സെറ്റ്. ഫസ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. ഓക്കെ, എവിൻ ഒരു സൂപ്പർ ഹീറോ ആയാൽ അത് ആരായിരിക്കും? രണ്ടുപേരും എഴുതണം കേട്ടോ. ഞാൻ അവന്റെ എവിന്റെ കേസാ. എവിൻ ഒരു സൂപ്പർ ഹീറോ ആയാൽ അത് ആരായിരിക്കും? അല്ല, ഞാൻ ആരാ? ഓക്കെ, എഴുതിയോ? കാണിച്ചേ നോട്ടെ. അല്ല, ഇത് എനിക്കാവാനല്ല, എനിക്ക് ഇഷ്ടമുള്ള സൂപ്പർ ഹീറോന്റെ പേര് എഴുതി. ഓക്കെ, കുഴപ്പമില്ല. സ്പൈഡർമാനോ? ഞാനത് തന്നെ. അയ്യോ, അപ്പൊ നിങ്ങൾ തമ്മിൽ ഒട്ടൊരുമ ഉണ്ട്. അല്ല, ഇത്ര നാള് വർഷങ്ങളോളം അറിയാലോ. സ്പൈഡർമാന്റെ വൻ ഫാനാണ്, അതുകൊണ്ട്. അതെ, മാർവൽ ഫാനാ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ 1, 2 എന്നിട്ട് ഡിക്റ്റേഷൻ പോലെ. ഈ കൂട്ടര് പഠിപ്പിച്ചാരാ ശരിക്കും? ഇവനാണ് ബുദ്ധിയുള്ളത്. സത്യസന്ധമായിട്ട് പറഞ്ഞ ഇവന് നല്ല ബുദ്ധിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവന് ഉപയോഗിക്കത്തില്ല, അത് ഉപയോഗിക്കാൻ അറിയത്തില്ല. ഞാൻ പേടിച്ചില്ലെന്നങ്ങ് പറഞ്ഞുകൂടാണ്. ഞാൻ പേടിച്ചിരുന്ന് പഠിക്കും. ഇവനെക്കാളും പേടിയെന്ന് വെച്ചാ സീസൺ പോലെ. സീസൺ പോലെ ചില ഓണത്തിന് ഇവനാണെങ്കിൽ ക്രിസ്മസിന് എനിക്കായിരിക്കും. നമ്മളാ അല്ല, അങ്ങനൊന്നുമില്ല. ഇല്ല, അല്ല, ഒരു റേഷ്യോ വെച്ച് കൂടുതൽ എനിക്കാന്ന് തോന്നുന്നു. ആണ് ഞാൻ പഠിച്ചിട്ടായിരുന്നു. ഇവ സ്വന്തം ബുദ്ധി വെച്ചാ ഓരോന്ന് എഴുതി വെക്കുന്നത്. ശരിക്കും നമുക്ക് അതല്ലേ വേണ്ടേ? നമ്മൾ നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് ആണോ? അപ്പൊ പിന്നെ ഇവിടെ കുറച്ച് യൂസ് ചെയ്തല്ലേ എഴുതുക. അതാണ്. ഓക്കെ, ശരി. അടുത്തത് കെവിൻ